ഇന്ന് ഞാൻ നൈനുക്കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ തുണി കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇത് നൈഹുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം തയ്ച്ചു കൊടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ തയ്ക്കാമെന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചതാണ്. ഇതുവരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, 3 പേർക്കും ഒരുപോലെ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണി ഒരു 2-3 വർഷത്തെ ഒരു പഴക്കം ഉണ്ടാവും കേട്ടോ അതിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ അവൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന്. ഇതുപോലത്തെ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഫ്രോക്കൊന്നും അവൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അന്ന് നൈഹുവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളർ കേട്ടോ. അത് കണ്ടിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്ന്. പക്ഷേ അതേ കളറൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ ഇത് ഇവൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വേറെ സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചത്. എപ്പോഴും ഫ്രോക്ക് തന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ നൈനു പറഞ്ഞിട്ടാട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തത്. ഇത് ഒരു ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചു ടൈം എടുത്ത് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാമെന്ന്. പക്ഷേ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 2 ദിവസം മുന്നേ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കറണ്ടൊക്കെ പോയി. രാവിലെ പോയപ്പോൾ വൈകുന്നേരമൊക്കെയാണ് കറണ്ട് വരിക. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോലുള്ള പണിയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ.